ഇതാണ് കുട്ടികളെ നമ്മളെ ചെറുപ്പത്തിൽ കിട്ടിയ ബ്രോസ്റ്റ്. ഇപ്പം നമ്മളാണ് ചെന്ന ബ്രോസ്റ്റ് കൊണ്ടിരിപ്പ ചൊവ്വായ കൊണ്ടിരിപ്പ എന്ന് പറഞ്ഞാണ് മനുഷ്യനെ പെരയിൽ നിക്കപ്പുറത്ത് തരൂല കുട്ടികൾ. ഞങ്ങളെ ചെറുപ്പത്തിൽ തിന്നതിൻ്റെ ഒറിജിനൽ ബ്രോസ്റ്റ് തേന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു ടേസ്റ്റോ ഇതിൻ്റെ ഗുണമോ ഇപ്പോഴത്തെ നിങ്ങൾ തിന്നുന്ന ബ്രോസ്റ്റിന് കിട്ടൂല. മനസ്സിലായോ? ഉണക്കലും ചുട്ടതും അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെമാതിരി കമ്പ്യൂട്ടറിലും മറ്റ് ഭണ്ഡാരത്തിലൊന്നുമല്ല ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതേമാതിരി ഇങ്ങനെ കുട്ടികൾ നിൽക്കുക, കക്ക് ചാടുക, ഇങ്ങനെയൊക്കെയാണ് മീൻ പിടിച്ചുക. പിന്നെ ഒരു മുണ്ടും രണ്ടും കിട്ടിയ അയോട്ട് ഇതായിട്ട് മീൻ പിടിച്ചൽ, കൊത്തക്കല്ല് കളിച്ചൽ, കക്ക് ചാടൽ, ഇങ്ങനെ എന്തെല്ലാം രസമുള്ള കളികൾ, ചുള്ളിക്കായ് പെറുക്കി തിന്നുക. ഇതൊക്കെയാണ് അന്നത്തെ കാലം. ഇന്ന് ഈ മൊബൈലിൽ നിന്ന് നീച്ചിട്ടുള്ള വല്ല കച്ചവടമുണ്ട് നിങ്ങൾക്ക്. അന്നൊരു ആടും കുട്ടിയുണ്ട്, അതിന് 2 ഇല പറിച്ചുകൊണ്ടിരുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമുള്ള സംഗതി. ആടിനെ തീറ്റിച്ചാൻ പോവുക, എന്നിട്ട് പിന്നെ അണ്ടിയും പറങ്ങയും കിട്ടിയതൊക്കെ പെറുക്കി തിന്നുക. അങ്ങനെ വെള്ളം കഴിഞ്ഞാണ്ട് പോയിൻ്റെ മനുഷ്യന്മാരാണ് ഞങ്ങൾ. ഇപ്പം നിങ്ങളിങ്ങോട്ട് ന്യൂ ജനറേഷൻ ഇങ്ങോട്ട് വന്നിങ്ങാണ്ട് നിങ്ങൾക്ക് ഈ പ്രായമാകുമ്പോൾ അതിന് ബൈക്ക് ബുള്ളറ്റ് വേണം, മറ്റത് വേണം. എന്നിട്ട് മുടി നിങ്ങൾക്ക് ബുള്ളറ്റ് സ്റ്റൈലിൽ വെട്ടണം. ഞങ്ങളെ ചെറുപ്പത്തിൽ കളിച്ച കളികളാണ് ഇതൊക്കെ. മനസ്സിലായി? അന്ന് കളിക്കും ഒരു രസമുണ്ടായിരുന്നു, ഭക്ഷണത്തിനും ഒരു രസമുണ്ടായി. ഇതേപോലെ പോയിട്ട് വല്ല മീനൊക്കെ വല്ല കണ്ടല്ലോ അല്ലെങ്കിൽ പാടത്തോ വയലൊക്കെ എറിഞ്ഞുകാണ്ട് കിട്ടേണ്ടത് കൊടുന്ന് അതിന് ആ ചെറിയത് കിട്ടേണ്ട ഒറിജിനലായിരുന്നു. അതിലൊന്നും മായല്ലേന്ന്. മനസ്സിലായില്ലേ? പിന്നെ അന്ന് ഇതേമാതിരി തന്നെ പാടം കൃഷി ഇതൊക്കെയാണ്. ഈ കൃഷികളൊക്കെ ചെയ്ത് വാപ്പാർക്ക് വല്ലതും വൈകുന്നേരം ആകുമ്പോൾ ലേശം നെല്ല് കിട്ടിയിട്ട് അത് കൊടുന്ന് പെരയിൽ കുത്തി ഉണ്ടാക്കിയിട്ട് രാത്രി അതുകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കിയിട്ട് വേണം തിന്നണമെങ്കിൽ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾ പറയാ അതൊക്കെ തന്ത വൈബാണ് പറയും. എന്നിട്ട് മനുഷ്യനാടം തെറ്റും. ഇറ്റിങ്ങളിന്ന് ആ കാലത്ത് ഞങ്ങളെ വാപ്പാർ പാടത്ത് പോയി നയിച്ച് കിട്ടിയിട്ട് വേണം. അതേമാതിരി കണ്ടിട്ട് ഞങ്ങൾ സ്പീക്കർ സെറ്റ് കെട്ടിയിരിക്കണ് തെങ്ങിൻ്റെ മുകളിൽ. ഈ പാട്ട് കേൾക്കുമ്പോൾ അന്നാണ് ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോയിട്ട് പള്ളർച്ചി ചോറ് കഴിച്ചാൻ പറ്റുക. അന്നൊരു സമാധാനമുണ്ട്. 2 വട്ടം പറ്റുന്നുണ്ട്, 2 വട്ടം വെച്ചും. കാരണം പള്ളർച്ചി ചോറ് കിട്ടൽ ഇങ്ങനത്തെ കല്യാണം ഉണ്ടാകുമ്പോൾ അല്ലാത്ത ദിവസമൊക്കെ ഒരു അളവിൽ വരിയെന്ന് വളമ്പി തരും. അത് തിന്നുകാണ്ട് മുണ്ടാതെ പോയി കിടന്നുറങ്ങുക. അതിനെ കിട്ടിയാലായി, അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ കല്യാണം നമ്മളോട് പറയുകയും ചെയ്തിട്ട് ആൾക്കാരെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കലാണ്. എന്നിട്ട് അതിനേനെ ആരൊക്കെ തുണി കുപ്പായും വായ്പ കഴിഞ്ഞിട്ടാണ് പോകാൻ. ഇന്നിപ്പോൾ കല്യാണം പറയുമെന്ന് വിചാരിച്ചാണ് ഓനെ കാണുന്നിടത്ത് മാറലാണ്. കാരണം അതിനത്രയും കല്യാണം ഉണ്ടാവും. പിന്നെ അതിന് തിന്നുന്നത് ദിവസം